അപ്പൊ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ DNA ഷെയർ ചെയ്യുന്ന ചിമ്പാൻസി ആണല്ലോ. മനുഷ്യന്റെ DNA ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ചിമ്പാൻസി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനും ചിമ്പാൻസി എന്ന് പറഞ്ഞ ഒരു ഫാമിലിയിൽ നിന്ന് വന്നാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചിമ്പാൻസിനെ പോലെ തന്നെയാണ് മനുഷ്യനും മേല് മൊത്തം പൂടകളും രോമങ്ങളായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ആ സമയത്ത് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ പൂടകൾ മനുഷ്യന്റെ ബോഡിയിൽ നിന്ന് പോയിട്ട് ഈ ഒരു രൂപത്തിലേക്ക് വരാൻ കാരണം എന്ന്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു മരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ടാണ് ബോഡി ടെമ്പറേച്ചർ. ശരിയാണ്, ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. അതൊരു ചെറിയ ശതമാനം മാത്രമാണല്ലോ അതിന് ആൻസർ എന്ന് പറയുന്നത്. 44 ലക്ഷം കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 37 ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് വന്നത്. അതുവരെ മനുഷ്യന്റെ മേല് പൂടകളും രോമങ്ങളും നിറഞ്ഞിട്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് മരത്തിലുള്ള ചെറിയ ചെറിയ ഫലങ്ങളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 18 ലക്ഷം വർഷം മുമ്പ്, ഇവർ കംപ്ലീറ്റ്ലി ഭക്ഷണം കഴിക്കുന്നത് 90% മാംസങ്ങളാണ്. അന്ന് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൃഗങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെ പഴങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒന്നും അവൈലബിൾ അല്ല. ആ സമയത്ത് ഇവർക്ക് ഹണ്ട് ചെയ്തേ പറ്റൂ. അപ്പൊ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നേരം ഓടേണ്ട അവസ്ഥ വന്നു. അതായത് മാരത്തോൺ ഓടുന്ന പോലെ ഓടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്, അതായത് കുറെ നേരം ഓടുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഹൈ ചെയ്യും. ബോഡി ടെമ്പറേച്ചർ ഹൈ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് കണ്ടു ചെയ്യും. അത് കൂൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി വേർക്കണം. അപ്പോൾ ഈ രോമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേർക്കാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി എവല്യൂഷനാണ്. എവല്യൂഷൻ കാരണം ബോഡി മുതലുള്ള രോമങ്ങളൊക്കെ പോയി. നിങ്ങൾ സിംഹത്തിന് എടുക്കുക, നിങ്ങളുടെ വീട്ടിലെ പട്ടിയും നല്ല, അതായത് ഡോബർമാനോ അൽസേഷനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പട്ടിയോ നിങ്ങൾ നമ്മൾ ഓട്ട മത്സരം വെച്ച് നോക്ക്. 100 മീറ്ററോ 200 മീറ്ററോ ഓട്ട മത്സരമല്ല, നിങ്ങളൊരു മാരത്തോൺ ഓട്ട മത്സരം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനാണ് ജയിക്കുക. കാരണം ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രമാണ് അത്ര ഒരു മാരത്തോൺ ഓടുന്ന പോലെ ഓടാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെ വേട്ടയാടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അന്ന് വേട്ടയാടാന്ന് പറയുന്നത് ഓപ്പൺ ഗ്രൗണ്ടാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഓപ്പൺ ഗ്രൗണ്ടാണ്. അപ്പം ഇവർക്ക് മൃഗങ്ങൾ കുഴയുന്നത് വരെ, അവർ ടയർഡ് ആവുന്നവരെ അവരുടെ ബാക്കിൽ ഓടി 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 അവർ ക്ഷീണിക്കുന്ന സമയത്താണ് അന്ന് മനുഷ്യൻ വേട്ടയാടി അവരെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുവരെ അവരെ ബാക്കിൽ ഓടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മേലിലെ രോമങ്ങളൊക്കെ മാറിയിട്ട് ഇങ്ങനെ രീതിയിലേക്ക് വന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോഡി ഹെയർ ഉള്ളതാണ് നമുക്ക് ലോങ് റൺ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്പാൻസി നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിമ്പാൻസിക്ക് വലിയ എവല്യൂഷൻ നമ്മൾ നടന്നിട്ടില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് പണ്ട് പഴങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കഴിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 അല്ലെങ്കിൽ 95% മാംസങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം, ചിമ്പാൻസിയും ഹ്യൂമനും തമ്മിലുള്ള വ്യത്യാസം. Most mammals have too much body hair to effectively lower their body temperature, so they can't stay active for too long under such scorching African sun. Running long distances, their body temperature will rise, and they'll easily suffer heat stroke.